മഴക്കെടുതിയിൽ ഇന്നും വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കനത്ത മഴയിൽ പലയിടത്തും വീടുകൾ തകർന്നു. മരം വീണും മണ്ണിടിഞ്ഞും ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെടുന്ന നിലയിലേക്കും കാര്യങ്ങൾ പോയി. ചില ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. കാസർഗോഡ് 3 മണ്ണിടിഞ്ഞത്. പലയിടത്തും നദികൾ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കുറച്ച് എല്ലാവർക്കും നാശം വെച്ചിട്ടുണ്ടാവും. കുറേ ആളെല്ലാം അതാളെ വീട്ടിലേക്ക് ബന്ധു വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ ചാത്തമുറ്റ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി പാർപ്പിച്ചു. ഇന്ന് ഇതുവരെ മഴക്കെടുതിയിൽ ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കാസർഗോഡ് പുത്തികൈ കൊക്കച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട 8 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. സാദത്തിന്റെ മകൻ സുൽത്താനാണ് മരിച്ചത്. കണ്ണൂർ കൊട്ടിയൂരിൽ ബാവലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായിട്ടുണ്ട്. അരുൺ പാറക്കൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. കാസർഗോഡ് നിന്നൊപ്പം തന്നെ കോഴിക്കോട്ട് നിന്ന് ഷഹദ് റഹ്മാനും വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം അരുൺ പാറക്കലിലേക്കാണ്. അരുൺ പാറക്കൽ, കനത്ത മഴ ഇപ്പോൾ ജില്ലയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. നേരത്തെ ഈ ദേശീയപാതയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അരുൺ പാറക്കൽ പങ്കുവച്ചു. മറ്റു മേഖലകളിൽ എന്താണ് സാഹചര്യം? പൊതുവായി അതിശക്തമായ മഴ തുടരുന്ന നിലയുണ്ടോ? റെഡ് അലേർട്ടാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. നാശനഷ്ടങ്ങൾ ഏത് തരത്തിലാണ്? ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. ശ്രീജിത്ത്, കഴിഞ്ഞ 3 ദിവസമായി അതിതീവ്രമായ മഴ ജില്ലയിലുടനീളം പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇടവിട്ടുള്ള ശക്തമായ മഴ അത് പല ഭാഗങ്ങളിൽ ലഭിക്കുന്നു. നദികൾ ഉൾപ്പെടെ 5ഓളം നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഇന്നിപ്പോൾ 3 മണിയോടെ വന്ന സങ്കടകരമായ വാർത്ത, ഈ പുത്തികെ കൊക്കച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു 8 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ടു എന്നുള്ളതായിരുന്നു. കൊക്കച്ചാൽ സ്വദേശി സാദത്തിൻ്റെ മകൻ സുൽത്താനാണ് ഒഴുക്കിൽപ്പെട്ടത്. 3 മണിക്കൂറോളം നേരം ആ കുട്ടിക്ക് വേണ്ടി ആ പ്രദേശത്തെ തെരച്ചിൽ നടത്തി. അതിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം, അതായത് ഒഴുക്കിൽപ്പെട്ട തോട്ടിൽ നിന്ന് 200 മീറ്റർ അകലെ നിന്നാണ് ഈ കുട്ടിയുടെ മൃതദേഹം പോലും കണ്ടെത്താൻ സാധിച്ചത്. കുട്ടിക്ക് ആദ്യഘട്ടത്തിൽ ജീവനുണ്ടെന്ന ഒരു സംശയമുണ്ടായിരുന്നു. തുടർന്ന് ഈ ബന്ദിയോടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിച്ചു. പക്ഷേ അപ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മറ്റൊരു വിവരം, ഈ നീലേശ്വരത്ത് പലയിടത്ത് പോടോന്തുരുത്തിയിൽ 60ഓളം വീടുകളിൽ വെള്ളം കയറി. അവിടുത്തെ 3 കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വെള്ളരിക്കുണ്ട് താലൂക്കിൽ 2ഇടത്താണ് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളത്. കോട്ടമലയിൽ മണ്ണിടിഞ്ഞു. 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്നാണ് അല്പസമയം മുമ്പ് റവന്യൂ വകുപ്പ് അറിയിച്ചത്. മറ്റൊന്ന്, ഈ പറമ്പ LP സ്കൂളിൽ ഇപ്പോൾ 10ഓളം കുടുംബങ്ങളെ അവിടേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 37 അംഗങ്ങൾ അവിടെ ഉണ്ടെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. വ്യാപകമായ നാശനഷ്ടങ്ങൾ ജില്ലയിലുടനീളം ഉണ്ടായിരിക്കുന്നു. കാസർഗോഡ് ധർമ്മത്തടുക്കയിൽ കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് വലിയൊരു അപകടം സംഭവിച്ചു. തലമുകർ ചള്ളംകയത്താണ് ഈ അപകടമുണ്ടായത്. തൊപ്പിക്കുന്ന് അത് അപ്രതീക്ഷിതമായി ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് അവിടുത്തെ നാട്ടുകാർ പ്രതികരിച്ചത്. ആ സമയത്ത് ആ പ്രദേശത്തെ ഒരാൾ മുഹമ്മദ് ഹാരിസ്, അദ്ദേഹം മാതാവിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി തിരിച്ചെത്തിയതായിരുന്നു. ആ വാഹനം നിർത്തി കുറച്ചപ്പുറത്തേക്ക് വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ മണ്ണിടിഞ്ഞ വാഹനത്തിന് മുകളിലേക്ക് വീണത്. പ്രദേശത്തെ ഒരു CPMൻ്റെ പാർട്ടി ഓഫീസും അത് ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി. ഉപ്പള, പുത്തികെ നദികൾ കരകവിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ ചന്ദ്രഗിരി പുഴ, തേജസ്വിനി പുഴയിലൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. തേജസ്വിനി പുഴയിൽ വെള്ളം കയറിയതോടുകൂടി ഈ കാര്യങ്കോട് ഭാഗത്തൊക്കെ ഇപ്പോൾ വെള്ളക്കെട്ടാണ്. അവിടെ വീടുകളിലൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. റീജിത്ത്. ശരി, അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ജില്ലയിൽ പലയിടങ്ങളിലായി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നദികളിലെ സാഹചര്യമാണ് ആശങ്കപ്പെടുന്നത്. പലയിടത്തും നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്.